ശരിക്കും എന്താണ് ഈ ബംഗ്ലാദേശിന് പറ്റിയത്? പാകിസ്ഥാനും ചൈനയും എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ബംഗ്ലാദേശ് എന്നും നമ്മളൊരു കുഞ്ഞു അനിയനെ പോലെയാണ്, ശരിയല്ലേ? ഢാക്കയിലെ ക്യാമ്പസുകളുടെ ഇടനാഴികളിൽ ഉയർന്നു വന്ന ക്വാട്ട വിരുദ്ധ സമരം അത് ഇത്രയും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറി അവിടുത്തെ പ്രധാനമന്ത്രിയെ തന്നെ പിഴുതെറിഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മോദി സർക്കാർ മൂന്നാമത് അധികാരമേറ്റ ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ വിദേശ ഭരണാധികാരിയായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ 21 ഇന്ത്യയിലെത്തിയ അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. അന്ന് ചിരിച്ച് ചാച്ചയും പറഞ്ഞു പോയ ഷെയ്ഖ് ഹസീന ഇത്ര പെട്ടെന്ന് മടങ്ങി വരുമെന്ന ഒരു സൂചന തന്നെ നൽകിയിരുന്നില്ല. വിപ്ലവകാരികൾ കൈയടക്കിയ തന്റെ വീട്ടിൽ നിന്ന് രായ്ക്ക് രാമനും ഇറങ്ങി ഓടിയ ബംഗ്ലാദേശിന്റെ അൺഷെയ്ക്കബിൾ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹസീന എന്താണ് ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്? തന്റെ രാജ്യം കത്തി അമരുമ്പോഴും സേഫായിട്ട് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാമെന്ന് ഷെയ്ഖ് ഹസീനയെ ചിന്തിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തുരത്തിയിട്ടും എന്തുകൊണ്ടാവാം ഇന്ത്യ ഇപ്പോഴും ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നത്? കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ബംഗ്ലാദേശ് ഇന്ത്യക്ക് എന്തൊക്കെ വെല്ലുവിളികളാണ് കാത്തുവച്ചിരിക്കുന്നത്? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ബംഗ്ലാദേശിന്റെ മാറ്റത്തിന്റെ കാര്യവും കാരണവും മുന്നോട്ടുള്ള വഴിയുമാണ്. ആദ്യം നമുക്ക് ചരിത്രം നോക്കാം. 1947 പാകിസ്ഥാൻ രൂപം കൊണ്ടപ്പോൾ വെസ്റ്റ് പാകിസ്ഥാൻ, അതായത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും ഈസ്റ്റ് പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ എന്നും രണ്ട് പ്രദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ ഉറുദു ഇമ്പോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രതിഷേധ സമരങ്ങൾ ഉടലെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നേതാവായിട്ട് ഉയർന്നു വന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ പാർട്ടിയായ അവാമി ലീഗ് 1970 നടന്ന പാകിസ്ഥാൻ ഇലക്ഷനിൽ, ജനറൽ ഇലക്ഷനിൽ 160 സീറ്റ് കിഴക്കൻ പാകിസ്ഥാനിൽ സ്വന്തമാക്കുകയാണ്. വെസ്റ്റ് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ PPP-യേക്കാൾ കൂടുതൽ സീറ്റ് മുജീബുർ റഹ്മാൻ നേടിയെങ്കിലും ഈ ഒരു വിധി അംഗീകരിക്കാൻ അന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള യഹ്യ ഖാൻ തയ്യാറാകുന്നില്ല. ഇതിനെതിരെ അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുകയാണ്. ഇതിനെ അടിച്ചമർത്താൻ 1971 മാർച്ച് 7 ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ പാകിസ്ഥാൻ ആർമി ഒരു മിലിറ്ററി നീക്കം ആരംഭിക്കുകയാണ്. അന്ന് ജമാഅത്തെ ഇസ്ലാമി ലീഡേഴ്സ് ഉൾപ്പെടെ പാകിസ്ഥാൻ ആർമിയെ സപ്പോർട്ട് ചെയ്തവരെയാണ് റസാക്കാസ് എന്ന് പറഞ്ഞ ടേം ഡിനോട്ട് ചെയ്യുന്നത്. അക്കാലത്ത് ഒരുപാട് കൂട്ടക്കുരുതികൾക്കും സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമണങ്ങൾക്കും നേതൃത്വം നൽകിയ റസാക്കാസിനോട് ഇന്നത്തെ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റേഴ്സിനെ ഉപമിച്ചതാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാകാനുള്ള ഒരു റീസണായിട്ട് പറയുന്നത്. അന്ന് കിഴക്കൻ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത മുജീബുർ റഹ്മാനെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്നത്. തുടർന്ന് അങ്ങോട്ട് ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നത്. തുടർന്ന് അധികാരത്തിലെത്തിയ മുജീബുർ റഹ്മാൻ അന്ന് ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടിയിട്ട് ജോലിക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അതാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറയായിട്ട് പറയുന്നത്. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് 30% കോട്ടയും പിന്നെ അന്നത്തെ അട്രോസിറ്റീസ് അനുഭവിച്ച സ്ത്രീകൾക്കായിട്ട് 10% കോട്ടയായിരുന്നു അന്ന് മുജീബുർ റഹ്മാൻ നീക്കിവെച്ചിരുന്നത്. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് 1975 ആഗസ്റ്റ് 15 അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന് അന്ന് മുജീബുർ റഹ്മാൻ കുടുംബസമേതം കൊല്ലപ്പെടും. അന്ന് ജർമ്മനിയിലായിരുന്ന മുജീബുർ റഹ്മാന്റെ മക്കളായ ഷെയ്ഖ് ഹസീനയും റിഹാനയുമാണ് ഈ ഒരു കൂട്ടക്കുരുതിയിൽ നിന്ന് ആകെ രക്ഷപ്പെടുന്നത്. തുടർന്ന് അവർ ഇന്ത്യയിൽ അഭയം തേടുകയാണ് ഉണ്ടായത്. അന്ന് ഷെയ്ഖ് ഹസീനയുടെ ലോക്കൽ ഗാർഡിനായിട്ട് ഡൽഹിയിൽ ആക്ട് ചെയ്തിരുന്നത് പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ പ്രണബ് മുഖർജി ആയിരുന്നു. പകച്ചു നിന്ന ആ ഒരു സമയത്ത് രാഷ്ട്രീയ അഭയം തന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആ ഒരു സ്നേഹമാണ് ഇന്നും ഗാന്ധി കുടുംബത്തോട് ഷെയ്ഖ് ഹസീന വെച്ചു പുലർത്തുന്നത്. ബംഗ്ലാദേശിൽ മുജീബുർ റഹ്മാനെ എല്ലാവരും വിളിക്കുന്നത് ബംഗബന്ധു എന്നാണ്. ഓക്കെ, നമ്മളിപ്പോൾ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കില്ലേ ഗാന്ധിജിയെ, അതുപോലൊരു സ്ഥാനമാണ് ഈ ഒരു ബംഗ്ലാദേശിലെ മുജീബുർ റഹ്മാൻ ഉള്ളത്. മുജീബുർ റഹ്മാന്റെ കൊലപാതകത്തിൽ നിർണായക പങ്കുവഹിച്ച സിയാവുർ റഹ്മാൻ, മേജർ ജനറൽ സിയാവുർ റഹ്മാൻ 1978 ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി ഭരണത്തിലായിരുന്നു. ഇദ്ദേഹം അന്നുണ്ടാക്കിയ BNP അഥവാ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ന് മുഖ്യ പ്രതിപക്ഷമായിട്ട് ബംഗ്ലാദേശിൽ ആക്ട് ചെയ്യുന്നത്. മിക്കവാറും ഇനി അടുത്തതായിട്ട് ഭരണത്തിലേറാൻ പോകുന്നതും അവർ തന്നെയായിരിക്കും. പിന്നീട് 1981 പട്ടാള അട്ടിമറിലൂടെ ഈ ഒരു സിയാവുർ റഹ്മാനും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള ഖാലിദ സിയ BNPയുടെ നേതാവായിട്ട് ഉയർന്നു വരികയാണ് ചെയ്തത്. അന്ന് പട്ടാള ഭരണത്തിനെതിരെ ഒന്നിച്ച് പോരാടുകയാണ് ഷെയ്ഖ് ഹസീനയും ഖാലിദ സിയും. പിന്നീട് 1991 നടന്ന ഇലക്ഷനിൽ ഖാലിദ സിയാണ് ഭരണത്തിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഇവർ രണ്ടുപേരുടെ അധികാര വടംവലിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാറ്റിൽ ഓഫ് ബീഗംസ് എന്നാണ് ഈ ഒരു അധികാര വടംവലിയെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. 1996 ആദ്യമായിട്ട് അധികാരത്തിലേറുന്ന ഷെയ്ഖ് ഹസീന മുജീബുർ റഹ്മാന്റെ മരണത്തിന് ശേഷം മരവിച്ച് കിടന്നിരുന്ന കോട്ട സിസ്റ്റം 30% കോട്ട സിസ്റ്റം ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ മക്കളിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. പിന്നീട് ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ അധികാരമേൽക്കുന്ന BNP ജമാഅത്തെ ഇസ്ലാമിക് സഖ്യം ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ കൊണ്ടാണ് പ്രശസ്തമായത്. അന്ന് ഉയർന്നു പൊങ്ങിയ ആന്റി ഇന്ത്യ ടെറർ ഗ്രൂപ്പിനെയൊക്കെ അടിച്ചമർത്തിയത് പിന്നീട് വരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റാണ്.
അങ്ങനെ ഹിസ്റ്ററി വെച്ച് നോക്കിയാലും എടുത്ത നിലപാടുകൾ വെച്ച് നോക്കിയാലും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് ബംഗ്ലാദേശിൽ അധികാരത്തിലിരിക്കുന്നതാണ് ഇന്ത്യക്ക് എന്നും അഭികാമ്യം. അതിനിടെ 2009 ഷെയ്ഖ് ഹസീന ഈ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിനുള്ള കോട്ട സംവരണം ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ മക്കളെ കൂടാതെ പേരമക്കൾക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതുപോലെ പ്രതിപക്ഷ നേതാവായിരുന്ന ഗാലിയ സിയ അടക്കം പലരെയും ദീർഘകാലത്തേക്ക് തുറങ്കിലടക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പല ലീഡേഴ്സിനെയും 1971 വാറിന്റെ സമയത്തുള്ള കുറ്റങ്ങൾ ആരോപിച്ച് ആർമി ട്രൈബ്യൂണൽ രൂപീകരിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഗാലിയ സിയയ്ക്ക് വിദേശത്തുള്ള ചികിത്സ പോലും നിഷേധിക്കപ്പെടുകയുണ്ടായി. 2018 ഇന്നത്തേതിന് സമാനമായിട്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള 30% സംവരണത്തിനെതിരെ പ്രതിഷേധം ഉയർന്നു വരികയുണ്ടായി. അന്ന് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് സിവിൽ സർവീസിലെ എല്ലാ സംവരണങ്ങളും എടുത്തു കളഞ്ഞിട്ടാണ് വിദ്യാർത്ഥികളെ പ്രതിരോധിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രം കിട്ടിയിരുന്ന പ്രത്യേക പരിഗണന എടുത്തുകളയണമെന്ന ഉദ്ദേശത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഷെയ്ഖ് ഹസീനയുടെ ഈ ഒരു രാഷ്ട്രീയ നീക്കം തിരിച്ചടിയായി. ഇതിനെതിരെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങളും മറ്റും നൽകിയ അപ്പീലിൽ ബംഗ്ലാദേശ് ഹൈക്കോടതി ഈ ഒരു 30% സംവരണം പുനഃസ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഈ ഒരു ബംഗ്ലാദേശ് ഹൈക്കോടതി എന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കോടതി ഒരു സെറ്റപ്പാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു സെറ്റപ്പാണ്. അതായത് ബംഗ്ലാദേശിന്റെ സുപ്രീം കോടതി ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് 2 ഡിവിഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ഹൈക്കോടതി ഡിവിഷൻ എന്ന് പറയുന്നത്, മറ്റേത് അപ്പീലേറ്റ് കോടതി. ആ ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 30% സംവരണത്തിന്റെ മെയിൻ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അവാമി ലീഗ്, അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഷെയ്ഖ് ഹസീനയുടെ എതിരാളികൾ പറയുന്നത് തന്റെ ഇഷ്ടക്കാരെ സിവിൽ സർവീസിലേക്ക് തിരികെ കയറ്റി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രസി ഉണ്ടാക്കാനായിട്ട് ഷെയ്ഖ് ഹസീന ഈ ഒരു സംവരണത്തെ പൊളിറ്റിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് യുവാക്കളൊക്കെ കൂട്ടമായിട്ട് ഇതിനെതിരെ തെരുവിലേക്ക് ഇറങ്ങിയത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ന് സമരം ചെയ്യുന്ന പലരും ജനിക്കുന്നതിന് മുന്നാണ് ആദ്യമായിട്ട് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. 20 വർഷത്തോളം അധികാരം കൈയാളിയ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കൂടി ഈ ഒരു സമരത്തിന് ആക്കം കൂട്ടി. മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള BNP ഉൾപ്പെടെ ബഹിഷ്കരിച്ച ഇലക്ഷനിലൂടെയാണ് 2024 ജനുവരിയിൽ വീണ്ടും ഷെയ്ഖ് ഹസീന അധികാരത്തിലേക്ക് എത്തുന്നത്. അമേരിക്ക അടക്കം പല രാജ്യങ്ങളും ഇതിനെ വിമർശിക്കുകയുണ്ടായി. ഒരു സമയത്ത് മിലിറ്ററി റൂളിനെതിരെ ജനാധിപത്യത്തിന് കാവലാളായി പെരുമാറിയ കാലം മാറി വന്നപ്പോൾ ഏകാധിപതിയുടെ രൂപത്തിലേക്ക് മാറിയ സ്വജനപക്ഷപാതം പ്രോത്സാഹിപ്പിച്ച് പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയ ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിതയുടെ പതനം എക്കണോമിക് ഗ്രോത്ത് ഒരിക്കലും ജനാധിപത്യ മൂല്യത്തിന് പകരമാകില്ലെന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത്. പട്ടാള ഭരണമായാലും ജമാഅത്തെ ഇസ്ലാമി BNP സഖ്യമായാലും ഇന്ത്യക്ക് അത് ഗുണകരമാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് നല്ലൊരു ബന്ധമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ കുറവാന്ന് തന്നെ പറയേണ്ടി വരും. അതായത് പാകിസ്ഥാനിലെ ആർമിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നമുക്ക് ഒട്ടും ഫേവർ അല്ല. അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം താലിബാനാണ് ഇപ്പോൾ റൂളിലുള്ളത്, ശരിയല്ലേ. പിന്നുള്ളത് ചൈന നമ്മുടെ ബഡാ ദോസ്താണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പറയേണ്ട കാര്യമില്ല. പിന്നെ നേപ്പാളിലാണെങ്കിൽ ഇപ്പോൾ സർക്കാരുകൾ മാറി വരുന്ന തിരക്കിലാണ്. ഭൂട്ടാനിലാണെങ്കിൽ അവരിപ്പോൾ ചൈനയായിട്ട് കുറച്ചുകൂടി അടുക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ മ്യാൻമറിലാണെങ്കിൽ അവിടെയും പട്ടാള ഭരണത്തിലാണ് ഉള്ളത്. പിന്നെ നമുക്കറിയാം ശ്രീലങ്ക എക്കണോമിക് ക്രൈസിസ് നിന്ന് കരകയറി വരുന്നേ ഉള്ളൂ. എല്ലാം പോട്ടെ, മാലിദ്വീപ്സ് വരെ നമുക്കിപ്പം എതിരാണ്, ശരിയല്ലേ. മാലിദ്വീപ്സിൽ വരെ മൊയ്സു അധികാരത്തിന് വന്നതിന് ശേഷം ഇന്ത്യക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കച്ചിത്തുരുമ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ഈ ഒരു ബംഗ്ലാദേശുമായിട്ടാണ്. പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയൻ, അതായത് നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ആസാം, ആ ഒരു നോർത്ത് ഈസ്റ്റ് റീജിയനായിട്ടുള്ള മെയിൻലാൻഡ് ഇന്ത്യയുടെ കണക്ഷനിൽ സിലിഗുരി കോറിഡോർ മാത്രമാണ് ഇന്ത്യക്കുള്ളത്. ഈ ഒരു ചെറിയ ഏരിയ ആണ് സിലിഗുരി കോറിഡോർ അല്ലെങ്കിൽ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ മാത്രമാണ് നോർത്ത് ഈസ്റ്റുമായിട്ട് ഇന്ത്യക്കൊരു കണക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ ബംഗ്ലാദേശ് നമ്മുടെ ഒരു സ്വാധീനത്തിലുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാക്കാൻ പറ്റും ബംഗ്ലാദേശിലൂടെ. ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഇവയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. ബംഗ്ലാദേശിലെ BNP ആണ് ഇനി പട്ടാള റൂളിന് ശേഷം അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് ചൈനയായിട്ട് കൂടുതൽ അടുക്കാൻ അത് റീസൺ ആയിട്ട് മാറും. പിന്നെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് തായ്ലൻഡ്, മലേഷ്യയും സിംഗപ്പൂരൊക്കെ വരുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിട്ട് ഇന്ത്യയെ കണക്ട് ചെയ്യുന്ന ആക്ട് ഈസ്റ്റ് പോളിസിക്കും ഇത് ദോഷകരമായിട്ട് ബാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ബംഗ്ലാദേശിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്ന സാരം. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത്. നിലവിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ആര് ഭരിച്ചാലും അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അത് ഇന്ത്യ നിറവേറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്തരം കുഞ്ഞു കാര്യങ്ങളും സ്കൂൾ കുട്ടികൾക്കുള്ള ലൈവ് ക്ലാസ്സിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി.